ഹായ് വൈബ് വിത്ത് തെരേസ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തൊന്ന് പോവാണ് കേട്ടോ. രണ്ടാവശ്യങ്ങളുണ്ട്. ഒരാവശ്യം എന്ന് പറയുന്നത് അമ്മച്ചിക്ക് പല്ലുവേദന ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അമ്മച്ചിന് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് അമ്മച്ചി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിൽ അവർ ക്ലിനിക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് പറ്റിയിട്ടത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഇപ്രാവശ്യം വിളിച്ചു ചോദിച്ചപ്പോൾ ഡോക്ടറോടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് ചോദിച്ചു. പിന്നെ എന്ന് പറയുന്നത് ആദ്യത്തെ മുടി ഒന്ന് ഷേപ്പ് ചെയ്യണം. അവൻ്റെ ഇപ്പോൾ തല മുട്ടടിച്ചിട്ട് മുടി ആകെ ഒരു ഇതില്ലാണ്ടാണ് വരുന്നത്. അപ്പോൾ ഒന്ന് പോയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യണം. അങ്ങനെ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പം നമുക്ക് പോവാ അതുട്ടാ. അതെ, ഇവനൊരു പുതിയ ചെരുപ്പ് മേടിച്ചു കൊടുത്തു. ഇപ്പം ഇത് കാലിമൊന്നും ഊരണില്ല. പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയ ചെരുപ്പൊന്നല്ല, എന്നാലും അത് കൈ പിടിച്ച് നിൽക്കുക. അതാണെങ്കിലോ തെറ്റിയിട്ട് ഇടുള്ളൂ. കണ്ട മമ്മ കുറേ നേരം ട്രൈ ചെയ്യണു, സമ്മതിക്കണില്ല. അപ്പം നമുക്ക് പോവാ. ടാറ്റ. അപ്പം അതേ അമ്മച്ചിനെ ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടൊക്കെ വരാട്ടാ. പിന്നെ ദേ ഈ മുതലിൻ്റെ തലയൊന്ന് ഷേപ്പ് ചെയ്യണം, മുടി ഒന്ന് ഷേപ്പ് ചെയ്യണം. സമ്മതിക്കാവോ? ഇല്ല അല്ലേ? അപ്പം ഞങ്ങൾ പോയിട്ട് വരാട്ടാ. ബസ് കയറാൻ പോവാ നമുക്ക്. പിന്നെ എവിടേക്ക് പോണ്ടേ? മടക്കുന്നാഥനിലാണോ പോണേ? ആദ്യത്തെ ലോലി കാണാനാണ് കേട്ടോ പോണത്. പൊക്കിളിങ് കാണാൻ. ഒരു ബായ് പറഞ്ഞ എല്ലാവർക്കും. ഒരു ബായ് പറഞ്ഞേ. ബായ് ബായ് കൈ കൊണ്ട് പറ. ഗുഡ് ബൈ. അത് ഞങ്ങള് ബസ് കയറാൻ പോവാണ് കേട്ടാ. ആദൂട്ടിന് തന്നെ ആ ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ വേഗം വീണ്ടും തിരിച്ചു പോയിട്ട് അവൻ്റെ ആ കെട്ടുചെരുപ്പ് എടുത്തു പോകണമെന്ന് വന്ന് അവന് ഇടിച്ചു കൊടുത്തു കേട്ടാ. എന്നിട്ടാണ് ഞങ്ങൾ പോയത്. ബീനമാമ എങ്ങടെ പോയേ? ബീനമാമ എങ്ങടെ പോയേ? ആദൂട്ടാ പറയ് പറയ് പറയ്. ഇതിനാണോ മാമ പോയേ ഡോക്ടറെ കാണാനാ? അതെയാ? അങ്ങനെ ഇതേ ഡോക്ടറെ കാണൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ആദുവിൻ്റെ മുടി ഷേപ്പ് ചെയ്യാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത് അമ്മിച്ചി എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് അമ്മിച്ചിയുടെ 2 പേരെല്ലാം അവിടെ നിൽക്കുന്നത്. എന്നാലും ഞാൻ പിന്നെ ഇതിൽ ആഡ് ചെയ്യാണ് കേട്ടോ. അമ്മിച്ചി ഫസ്റ്റ് ടൈമായിട്ട് എനിക്ക് എടുത്തു തന്ന വീഡിയോ. അപ്പോൾ പിന്നെ കളയണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ആദൂട്ടൻ ഗുഡ് ബോയ് ആയിട്ട് ഹെയറൊക്കെ ഷേപ്പ് ചെയ്യാനായിട്ട് ഇരുന്ന് തന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ആദ്യം എൻ്റെ മടിയിലിരുന്നിട്ട് ഇങ്ങനെ. ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മടിയിലിരിക്കും. പക്ഷെ അവന് കാർട്ടൂണോ അല്ലെങ്കിൽ ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ അവനെ മടിയിലിരുത്തി മുടി ഷേപ്പ് ചെയ്യാനായിട്ട് ഇരുത്താറ്. പക്ഷെ ഇപ്രാവശ്യം എൻ്റെ മോൻ ഗുഡ് ബോയ് ആയിട്ട് ഒന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. അവൻ തന്നേക്ക് തന്നെ ഇങ്ങനെ ഇരുന്നു. ഇടയ്ക്കൊന്നും ഇങ്ങനെ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ആൾക്കൊരു ഡിസ്റ്റർബൻസ് ആവുന്നല്ലാണ്ട് വേറെ അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആൾ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഇരുന്ന് വന്നു. അങ്ങനെ അവസാനം മോൻ്റെ മുടി നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ അവന് മൊട്ടടിച്ച് പിന്നെ മുടി വലുതാവുന്നതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഷേപ്പില്ലാണ്ട് ഇങ്ങനെ ഒരു അവൻ്റെ മുഖച്ചായ തന്നെ മാറി പോലെ തോന്നിയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഈ ചായ വിളിച്ചിട്ട് എപ്പോഴും പറയാം അവന് വേഗം കൊണ്ടുപോയി മുടി ഒന്ന് ഷേപ്പ് ചെയ്യുക, അപ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ എന്തോ വേറൊരു ഇതുപോലെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേഗം പോയി ഷേപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. സുന്ദരനായ ഇങ്ങനെ കാണിച്ചെടുത്ത് ഇങ്ങനെ കാണിച്ചെടുത്ത് ഇങ്ങനെ കാണിച്ചെടുത്ത് സുന്ദരനായ സൂപ്പറായ. വേണ്ടു എന്നിട്ട് വേണ്ടേ? ഇത് ജ്യൂസാ വേണ്ടേ? ജ്യൂസ് തരട്ടെ കുട്ടിക്ക്? ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയി. അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മച്ചിക്ക് മോണപ്പഴുപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ടാബ്ലറ്റും ജെല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മച്ചിയുടെ കാര്യമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ആദൂട്ടൻ്റെ ഹെയർ കട്ട് ചെയ്തു കേട്ടോ. ആദൂട്ടൻ കുഴപ്പമൊന്നുമില്ലാണ്ടിരുന്നു. ആദ്യമൊക്കെ അതിന് ചോക്ലേറ്റും അതുപോലെ തന്നെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ആൾ ഇരിക്കാറ് ഹെയർ കട്ടിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം ആൾ നല്ല ഗുഡ് ബോയ് ആയിട്ട് എൻ്റെ മടിയിലിരുന്നു. നല്ലോണം ഹെയറൊക്കെ കട്ട് ചെയ്തു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വൈബ് വിത്ത് തെരേസ എന്ന ഫാമിലിയോട് കൂടെ വൈബ് ആവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരുടെയും സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.